ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണല്ലോ സച്ചി സുഹൃത്തിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി എന്തായി, നിൻ്റെ പനിയൊക്കെ എങ്ങനെയുണ്ട്? ഇന്നലെ എനിക്ക് വിളിക്കാൻ പറ്റില്ല തിരക്കിൽ, നീയും വിളിച്ചില്ലല്ലോ, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല അമ്മ, എനിക്ക് പനിയൊന്നും ഇപ്പില്ല, എല്ലാം മാറിയെന്ന് പറയുവാണേ. അപ്പോൾ അമ്മ ചോദിക്കും, സച്ചി എവിടെ, ഓട്ടത്തിന് പോയോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, ആ സച്ചിയേട്ടൻ പോയി എന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തിലാണ്, ഭയങ്കര ഗൗരവത്തിലാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, സച്ചിക്ക് സുഖമല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, എനിക്കറിഞ്ഞൂടാന്ന് പറയുവാണ് ദേഷ്യത്തിൽ. അപ്പോഴേക്കും അമ്മ ചോദിക്കും, മോളെന്താ മോളെ ഇത്രയും ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നേ, അറിഞ്ഞൂടാന്നൊക്കെ പറയുന്നതെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, പിന്നെ നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തത്, അപ്പോൾ സുഖമാണോ അല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിക്കും, ഞാൻ ഫോൺ വെക്കുവാന്ന് പറഞ്ഞിട്ട് ഫോൺ ദേഷ്യത്തിൽ കട്ട് ചെയ്യുവാണേ. അമ്മക്കാണെങ്കിൽ എന്തിനാ ഈ രേവതി ദേഷ്യപ്പെടുന്നതെന്നുള്ള കാര്യമൊന്നും അറിയില്ലല്ലോ. അമ്മ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ രേവതി ചേച്ചി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, അവളുടെ സൗണ്ട് ഒന്നും ശരിയല്ല, എന്തോ ഒരു വ്യത്യാസം, ഇനി സച്ചി അവളും കൂടി തല്ല് പിടിച്ചോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയും, അവരെന്തിനാ തല്ല് പിടിക്കുന്നത്, അതൊന്നും ആയിരിക്കില്ല, അമ്മക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരത്ത് വരുവാണേ. ശരത്ത് വന്നിട്ട് പറയും, പിന്നെ സച്ചിയേട്ടൻ അയാൾക്ക് അത് തന്നെയല്ലുള്ളൂ പണി, അയാൾ തല്ല് പിടിച്ചിട്ടുണ്ടാവും എൻ്റെ ചേച്ചിയായിട്ടെന്ന് പറയുമ്പോഴേക്കും ദേവു പറയും, എന്താണ് നീ സച്ചിയേട്ടൻ ഇയാളെന്നൊക്കെ ഒരു മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എല്ലാവരും കൂടി തലക്കേറ്റി വെച്ചോ, അതാണ് അയാളെ നമ്മുടെ രേവതി ചേച്ചിയെ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ടും തല്ലിയും ചീത്ത പറഞ്ഞും തല്ലു പിടിച്ചൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ശരത്ത് പറയുവാണേ. അപ്പോൾ അമ്മ പറയും, അതൊന്നും ആയിരിക്കില്ല, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അമ്മ തന്നെയല്ലേ പറയുന്നത് രേവതി ചേച്ചിയുടെ സൗണ്ട് ശരിയല്ലെന്ന്, രേവതി ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് രണ്ട് പേരാ, ഒന്ന് രേവതി ചേച്ചിയുടെ അമ്മായിയമ്മ, പിന്നൊന്ന് സച്ചിയേട്ടൻ. ഇത് സച്ചിയേട്ടനാവാനേ വഴിയുള്ളൂ, അയാൾക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമല്ലോ എന്നൊക്കെ ശരത്ത് ഇങ്ങനെ സച്ചിയെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. ദേവു അമ്മേനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു എന്ന് പറയുവാണേ. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി വേറെ എന്തെങ്കിലും ടെൻഷനിലൊക്കെ വിളിച്ചതായിരിക്കും അമ്മയെന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയും, വേറെ എന്താ ടെൻഷൻ, അമ്മ വേണമെങ്കിൽ നോക്കിക്കോ, കുറച്ചു നേരം കഴിയുമ്പോൾ രേവതി ചേച്ചി തന്നെ വിളിച്ചിട്ട് പ്രശ്നം എന്താന്ന് പറയും, ആ പ്രശ്നത്തിന് കാരണം സച്ചിയേട്ടൻ തന്നെയായിരിക്കും, ഞാനാ പറയുന്നേ, ശരി എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശരത്ത് പോകുവാണേ. അപ്പോഴേക്കും ദേവു അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ, ചിലപ്പോൾ ചേച്ചിക്ക് പൂ കൊടുക്കുന്ന ടെൻഷൻ അതിൻ്റെ ഇതിലൊക്കെ സംസാരിച്ചതായിരിക്കും, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് രേവതി ചേച്ചിയെ വിളിക്കാം, അമ്മ ഇപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ദേവു പോകുവാണേ. അമ്മ അപ്പോഴും ഇങ്ങനെ അമ്മയുടെ മോളുടെ മനസ്സ് ഒന്ന് ഇതായപ്പോഴേക്കും അമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ അമ്മ ആ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ്. സച്ചി എയർപോർട്ടിലൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻഡിലോട്ട് പോയിരിക്കുവാണേ. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ സച്ചിയെ കാണുമ്പോഴേക്കും വന്ന് പറയുന്നുണ്ട്, എന്താ സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞോ, ആ ഇന്ന് എയർപോർട്ട് വരെ ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരുവാന്ന് പറയുമ്പോഴേക്കും ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, ഇവൻ എന്തൊരു ഹാപ്പി ലൈഫാ, നല്ല അടിപൊളി ജീവിതമല്ലേ, ട്രിപ്പൊക്കെ ലോങ്ങാ കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, എൻ്റെ അടിപൊളി ജീവിതമാണെന്ന് നിനക്കെങ്ങനെ അറിയാം, നിനക്കെങ്ങനെ അറിയാടാന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ്. കാരണം രേവതിയായിട്ട് തല്ലുപിടിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് സച്ചിയുടെ മൈൻഡ് തന്നെ ശരിയല്ല. അപ്പോൾ ആ ടൈമിൽ വേറൊരു സുഹൃത്ത് സച്ചിനോട് ഒരു 500 രൂപ കടമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അയാൾ, പ്ലീസ് 500 രൂപ നീ തരുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ചോദിക്കുന്ന, ഒന്ന് താ സച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, എൻ്റെ കയ്യിലില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ചൂടാവുകയാണേ. അപ്പോഴേക്കും മഹേഷൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്കിപ്പോൾ കാശിന് ആവശ്യമെന്ന് ചോദിക്കുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, മറ്റേ കൂട്ടുകാരൻ പറയുന്നുണ്ട്, രാവിലെ ഇറങ്ങിയപ്പോൾ ഭാര്യയായിട്ട് തല്ലുപിടിച്ചാടെ ഇറങ്ങിയത്, വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വെറും കൈയോടെ കയറി ചെന്നാൽ തീർന്നു, എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോവുകയാണെങ്കിൽ അവൾ ഹാപ്പിയാവും, അവൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചു കൊണ്ടുപോയാൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 500 രൂപ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതെന്തിനാ വൈകിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോയാൽ 500 രൂപ ഭാര്യയായിട്ട് തല്ലുപിടിച്ച് അങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ തന്നെ കൂട്ടുകാരൻ പറയും, പിന്നല്ലാതെ ശരിയാവാണ്ട്, നമ്മൾ എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് തന്നെത്താനെ മാറും, പക്ഷേ ഭാര്യയായിട്ട് തല്ലുപിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് അവൾക്ക് കൊടുത്ത് കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ആ പ്രശ്നം വലുതായിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് തല്ലുപിടിച്ച് പോയി, അപ്പോൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ സന്തോഷിപ്പിക്കാനുമാണ് ഞാൻ 500 രൂപ ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ആ ശരി, അതിപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ മാത്രം സാധനം മേടിച്ചുകൊണ്ടും പോയാൽ പോരെ, ഭാര്യയുടെ ഭാഗത്ത് തെറ്റെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കുവാണേ. എന്നിട്ട് പറയും, സച്ചി വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തല്ലുപിടിച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അവർ അംഗീകരിക്കില്ല, അവരെപ്പോഴും ഭർത്താവിൻ്റെ അടുത്തേ കുറ്റം കാണത്തുള്ളൂ, ഭാര്യമാർ ഒരിക്കലും അവരുടെ തെറ്റ് അംഗീകരിച്ച് തരാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേണം അവരെ സമാധാനിപ്പിക്കാൻ, ആ വഴക്ക് നമ്മൾ വേണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനും നോക്കാൻ, ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ടും പോയിട്ടെന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയുവാണേ.
ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ പരിപാടി കൊള്ളാലോ, അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ച് സമാധാനിപ്പിക്കണോ, ഇതെന്തൊരു ചടങ്ങാന്ന് ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാർ പറയും, അതങ്ങനെയാടാ, എന്നാലേ നമ്മുടെ വിവാഹ ജീവിതം സ്മൂത്ത് ആയിട്ട് മുമ്പിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇടയിൽ എവിടെയെങ്കിലും നിൽക്കും എന്ന് പറഞ്ഞിട്ട് മഹേഷ് കാശ് കൊടുക്കുവാണെങ്കിൽ മറ്റേ വഴക്കിട്ട സുഹൃത്തിന്, നീ പോയി നിന്റെ ഭാര്യയ്ക്ക് എന്താന്ന് വെച്ചാൽ മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് അയാളെ വിടുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി, നിന്റെ ആലോചന കണ്ട നീയും ആ വീട്ടിലും നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ആടാ, രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു അവൻ്റെ ചേട്ടൻ്റെ. അപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു, എടാ കല്യാണ സമയത്ത് നീ അവിടെയൊന്നും നിന്ന് പോകരുത്, ആ പരിസരത്തൊന്നും വരരുത്, ആ പെണ്ണിനെ വേണമെങ്കിൽ നിന്നെ കൊണ്ട് കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് പറഞ്ഞതാടാ. പക്ഷെ അവൾ അത് സീരിയസ് ആയിട്ട് എടുത്ത് വഴക്കിട്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് പറയും, പിന്നെ വഴക്കിടാതെ അങ്ങനെയൊക്കെ കൂട്ടുകാരൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അവൾ പിന്നെ നിന്നെ എടുത്ത് കൊഞ്ചിക്കോ, എന്താ സച്ചി നിനക്കെല്ലാം തമാശയാണോ എന്നൊക്കെ മഹേഷ് ചോദിക്കുവാണ് സച്ചിയോട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുവാടാന്ന് സച്ചി മഹേഷിനോട് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പറയും, രേവതിക്ക് ഇഷ്ടപ്പെട്ട എന്താ സാധനം എന്ന് വെച്ചാൽ അത് നീ മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുമെന്ന് പറയുവാണേ വൈകിട്ട്. അപ്പോൾ സച്ചി പറയും, അവൾക്ക് എന്താ ഇഷ്ടമെന്ന് എനിക്ക് തന്നെ അറിയില്ലടാ, ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾക്ക് പല പല ഇഷ്ടങ്ങളാണ്, അവൾക്ക് ഇന്ന് ഇഷ്ടമെന്നൊന്നും പ്രത്യേകിച്ചൊരു സാധനത്തിനോട് ഇഷ്ടമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, പണമുള്ളവരാണെങ്കിൽ ഗോൾഡൊക്കെ മേടിച്ചുകൊണ്ടും പോകും, അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ മല്ലിപ്പൂ മുല്ലപ്പൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടും പോകും എന്ന് പറയുമ്പോൾ സച്ചി പറയും, അവൾക്ക് തന്നെ പൂക്കച്ചവടം, അവിടെ ഒരുപാട് പൂക്കളുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് പൂ കൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, അന്ന് എന്തെങ്കിലും സ്വീറ്റ്സ് മേടിച്ചുകൊണ്ട് പോകും, നീ പൂവും മേടിക്കും സ്വീറ്റ്സും മേടിക്കുമെന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, നിൽക്ക് ഞാൻ രേവതിയോട് തന്നെ ചോദിക്കാം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്ത് രേവതിയെ വിളിക്കുവാണേ. അപ്പോൾ രേവതി ഫോൺ കട്ട് ചെയ്ത് കളയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, അവൾ ഫോൺ എടുക്കുന്നില്ലടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, അത് പിന്നെ നിങ്ങൾ വഴക്ക് തല്ലുപിടിച്ചല്ലേ വന്നത്, അപ്പോൾ പിന്നെ അവളെങ്ങനെ ഫോൺ എടുക്കാനാ, അത് ശരി, നീ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, എവിടെ നിന്ന് തല്ല് പിടിച്ചിട്ട് അവളൊന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും മഹേഷ് പറയും, എന്നാ വാ, ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടാവും, അവിടെ പോയിട്ട് നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറയുവാണ്, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവിടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി മഹേഷ് ആ ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിൽ പോകുമ്പോഴേക്കും ഹോട്ടലിൽ കാണുമ്പോൾ അവിടെ കുറേ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ബോർഡൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചി മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ ഇത്രയും തിരക്ക് കടയിലെന്ന് പറയുമ്പോൾ മഹേഷ് പറയും, ഇന്ന് കുറവാ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പുറത്ത് ക്യൂവിൽ നിൽക്കേണ്ടി വരും കഴിക്കാൻ വേണ്ടിയിട്ട്, നീ വാ അകത്തോട്ടെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി അകത്തോട്ട് പോകുവാണേ. എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ ഉള്ള ആൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇലയിൽ ചോറൊക്കെ വിളമ്പിയിട്ട് നല്ല ടേസ്റ്റി ഫുഡും കറികളൊക്കെ വിളമ്പുവാണ് സച്ചിക്ക്. സച്ചി അത് കഴിച്ചിട്ട് വായിൽ വെക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവരോട്, അയ്യോ എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, എന്തൊരു ടേസ്റ്റാണ് നിങ്ങളുടെ ഫുഡിനെന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അത് പിന്നെ ഇവിടെ വരുന്നവരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ കറികളുടെ കൂടെ നമ്മുടെ സ്നേഹവും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, അതാണ് ഇത്ര ടേസ്റ്റ് എന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, ഞാൻ എൻ്റെ അച്ഛമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയാൽ മാത്രമേ ഇത്രയും ടേസ്റ്റ് കണ്ടിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ അടിപൊളിയാണ്, അപ്പോൾ വെറുതെ അല്ല, സ്നേഹം ഉണ്ടെങ്കിൽ ടേസ്റ്റ് തോന്നുമല്ലേ, അതാണ് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ കറികൾക്കൊക്കെ എനിക്ക് ഇത്ര ടേസ്റ്റ് തോന്നുന്നതെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ആഹാ, നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയ കറികളൊക്കെ അത്ര ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പിന്നെ രേവതിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോഴേക്കും ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഭാര്യയെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഭാര്യ ഭാഗ്യം ചെയ്തവളാ, ഇത്രയും കരുതലുള്ളൊരു ഭർത്താവിനെ തന്നെ കിട്ടിയില്ലേ എന്നൊക്കെ പറയുവാണേ സച്ചിനോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അവളൊരു പാവമാണ്, അപ്പോൾ അവൾ പൂക്കച്ചവടം നടത്തുവാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും അവർ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ടാക്സി ഓടിക്കുവാണെന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്കും അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ജോലിയാണല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും, അതെങ്ങനെ ഒരേ ജോലിയാവും, ഞാൻ സ്റ്റിയറിങ് പിടിക്കുന്നു, നിങ്ങളിവിടെ കുക്കിംഗ് ചെയ്യുന്നു, അതെങ്ങനെ ഒരേ ജോലിയാണ്, അല്ല രണ്ടും കൈകൊണ്ടുള്ള പണിയല്ലേ, ഡെയിലി പുതിയ പുതിയ ആളുകളെ കാണുന്നു സംസാരിക്കുന്നു, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ സച്ചി പറയും, അങ്ങനെ, അത് ശരിയാ, ഡെയിലി എത്ര ആൾക്കാരെയാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ല സച്ചി ആസ്വദിച്ച് കഴിക്കുവാണ് ഫുഡൊക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇനി വരുമ്പോൾ സാറിൻ്റെ ഭാര്യയൊക്കെ കൂട്ടി വരണം, സാറിൻ്റെ ഭാര്യയെപ്പറ്റി ഇത്രയും പറഞ്ഞല്ലേ, നിങ്ങൾ കുടുംബത്തോടെ വന്ന് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, പിന്നല്ലാതെ ഇനി വിശന്നാൽ ഞങ്ങൾ ഈ ഹോട്ടലിലോട്ടേ കയറത്തുള്ളൂ, അല്ല പുറത്ത് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കണ്ടല്ലോ, അതെന്താണെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോഴേക്കും അവർ പറയും, അതിൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസാണ്, തിന്നു നോക്കണം സാർ, പിന്നെ നിങ്ങൾ എപ്പോഴും കഴിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയും, അന്ന് അതെനിക്കൊരു പാഴ്സൽ എടുക്കുമെന്ന് പറയുവാണേ. അപ്പോഴേക്കും മഹേഷ് പറയും, രേവതിയുടെ പിണക്കം മാറ്റാനുള്ള പാഴ്സലായിരിക്കും അല്ലേ. അപ്പോൾ സച്ചി പറയും, മിണ്ടാണ്ടിരിടാന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കടക്കാരെ, എന്താ ഭാര്യയായിട്ട് വഴക്കിട്ടോ, സാർ ഒരു ചെറിയ വഴക്ക്, എന്നാൽ പിന്നെ ഇതുകൊണ്ടേ കൊടുക്ക്, ഭാര്യയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആ സ്പെഷ്യൽ ഐറ്റം പൊതിഞ്ഞു കൊടുക്കുവാണെങ്കിൽ സച്ചിയുടെ കയ്യിൽ.
എന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്യുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് ഇനി എന്തായാലും മറക്കാതെ ഭാര്യയും കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വിടുവാണേ. അങ്ങനെ സച്ചിയും മഹേഷും കൂടി അവിടെ ഇറങ്ങുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. സമയം സന്ധ്യയായി. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നേരം ഇരുട്ടായി തുടങ്ങി, ഇവൾ ഇതെവിടെ പോയിരിക്കുക. കാരണം രേവതി ആ വീട്ടിലില്ലെന്ന് ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂ വിൽക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കോളും, വീട്ടിൽ വന്ന് പണിയെടുക്കണമെന്നുള്ള വിചാരമൊന്നുമില്ല, എവിടെ പോയി കിടക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ രേവതിയെ ചീത്ത പറഞ്ഞ് നടക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ കല്യാണം കഴിഞ്ഞ് വരുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രാവിലെ ഇവിടെ നിന്ന് കല്യാണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ, ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഞാൻ രാത്രി ആവുമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഞാൻ നേരത്തെ എത്തി, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, രേവതി കുടിക്കാൻ കുറച്ച് വെള്ളം താന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അവൾ ഇവിടെ ഇല്ല എന്ന് പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും എവിടെ പോയി, രേവതിയുടെ വണ്ടി പുറത്ത് കിടപ്പുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും ഓ വണ്ടിയൊന്നും എടുത്തില്ലേ, രാജകുമാരി നടന്നായിരിക്കും എന്നാൽ കറങ്ങാൻ പോയിരിക്കുന്നത്, നാടൊക്കെ ചുറ്റിക്കറങ്ങി വരട്ടെ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എപ്പോഴും ഈ രേവതി ഈ കുറ്റം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ, അവൾ പൂ വിൽക്കാൻ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും, അല്ലെങ്കിൽ സച്ചിയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയതായിരിക്കും, ശരി നീ പോയി എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് ചന്ദ്രയെ വിടുവാണ് രവീന്ദ്രൻ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ സച്ചി രേവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടും വരുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾ ഇവിടെ ഇല്ലടാ. അപ്പോൾ സച്ചി പറയും വണ്ടി പുറത്ത് കിടപ്പുണ്ടല്ലോ, അവൾ ഇതെവിടെ പോയി എന്ന് പറയുമ്പോഴേക്കും ഓ നിന്റെ അമ്മയാ പറഞ്ഞത് അവൾ ഇവിടെ ഇല്ല എന്ന്. അപ്പോഴേക്കും ചന്ദ്ര പറയും ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ട് ആൾ ഇവിടെ ഇല്ല, എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ സച്ചി പറയും അവൾ എവിടെ പോവാനാ, വണ്ടി ഇവിടെ പുറത്ത് കിടപ്പുണ്ടല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്ക് സച്ചി എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി വീണ്ടും, സച്ചിയാണെങ്കിൽ കയ്യിൽ രേവതിക്ക് കൊടുക്കാനുള്ള സ്പെഷ്യൽ ഐറ്റം കൊണ്ടൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വന്നിരിക്കും. എന്നിട്ട് സച്ചി രവീന്ദ്രൻ പറയുമ്പോഴേക്കും വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുവാണ്. അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചിൻ ചോദിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും സ്വിച്ച് ഓഫ് ആക്കി വെച്ചില്ലെങ്കിലേ ഉള്ളൂ, എന്നാലല്ലേ അവൾക്ക് എല്ലായിടത്തും കറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ, ഫോൺ വിളിച്ച് ആരും ശല്യപ്പെടുത്തരുതല്ലോ, അവൾ കറങ്ങിയിട്ടൊക്കെ പറ്റിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഒന്ന് വായ പൂട്ടിയിരിക്കും ചന്ദ്ര എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വീട്ടിലൊരാളോട് പറഞ്ഞിട്ട് വേണ്ട എവിടെയെങ്കിലും പോവാൻ, അതിനുള്ള മര്യാദ പോലും അവൾക്കില്ല, തേടി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു മരുമോള് തന്നെയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പുച്ഛിക്കുവാണ് രേവതിയെ. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്, രേവതി ഇതെന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് രാവിലെ ഈ അമ്മ രേവതി എന്തൊക്കെയോ പറഞ്ഞ് അവൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു വെച്ചാ, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല വെച്ചാ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്ര നിനക്കിത് ഇത്തിരി കൂടുതലാണ് കേട്ടോ രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ പറയല്, ശരി ശരി സച്ചി അവൾ വന്നോളും, പൂ കൊടുക്കാൻ ഇവിടെ അടുത്ത് വല്ലതും പോയതായിരിക്കും, അതാ വണ്ടി എടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണേ മുറിയിലോട്ട് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. സച്ചി അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക രേവതി എന്താ ഫോൺ എടുക്കാതെ എന്നുള്ള ടെൻഷനിലാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.